ബി.ജെ.പിയുടെ സീൽ കീശയിൽ കൊണ്ടു നടക്കുന്നയാളെ എങ്ങനെയാണ് ശ്രീ വി.ഡി. സതീശൻ സ്വന്തം കീശ ഏൽപ്പിച്ചത് എന്ന് പറയണം. എന്ത് ബന്ധമാണ് സ്വന്തം കീശ ഏൽപ്പിക്കുക എന്ന് ഞാൻ പറയാൻ കാരണം, വേറൊരു നിയമനമല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. സ്വന്തം ഓഫീസിൽ താനുമായി നല്ല വേവ് ലെങ്തിൽ പോകുന്ന ആരെയാണ് സെക്രട്ടറിയൊക്കെ? ഇപ്പോൾ നമ്മുടെ ക്ലോസ് സ്റ്റാഫ് ഇപ്പോഴും ആരായിരിക്കും? മനസാക്ഷി സൂക്ഷിപ്പുകാരായിരിക്കും, ഇല്ലെങ്കിൽ മനസ്സിനിണങ്ങുന്നവരായിരിക്കും. നമ്മളത് കുറേ കൂടി പറഞ്ഞാൽ നല്ല വേവ് ലെങ്ത് ഉള്ളവർ, നല്ല വൈബുള്ളവർ, പരസ്പരം നല്ല ഇണങ്ങിപ്പോകാൻ കഴിയുന്നവർ, അങ്ങനെ ഉറപ്പുള്ളവർ, അങ്ങനെയല്ലേ ചൂസ് ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചൂസാണ്. അപ്പോൾ സ്വന്തം കീശ ഏൽപ്പിക്കുന്നത് പോലെയാണ്. കീശയിൽ ബി.ജെ.പിയുടെ സീൽ കൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ശ്രീ വി.ഡി. സതീശൻ സ്വന്തം കീശ ഏൽപ്പിക്കുന്നത്? എന്ത് ബന്ധമാണ് ഇതിന്? രാഷ്ട്രീയമായ മറുപടി AICC പറയണ്ടേ? AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇന്നലെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് കണ്ടു. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ, എത്ര തിടുക്കപ്പെട്ടാണ്. ഇദ്ദേഹത്തെക്കാൾ സീനിയറായി എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു IAS അങ്ങനെ വെക്കണമെന്ന് തോന്നിയാൽ അവരെല്ലാം മറികടന്നുകൊണ്ടാണ് വെച്ചത്. ഇനി പോട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എത്ര ധൃതിയായിരുന്നു. ഞായറാഴ്ച ഒരു അവധി ദിവസം വളരെ പെട്ടെന്ന് ഈ നിലയിൽ വന്ന് ധൃതി പിടിച്ച് രത്തൻ കേൽക്കർ സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്നു. എത്ര മിന്നൽ വേഗതയിലാണ്. ഒരു അവധി ദിവസം, അത് മുഖ്യമന്ത്രി തലസ്ഥാനത്തില്ലാതിരുന്നൊരു ദിവസം. ഇതിലൊന്നും ഒരു ദുരൂഹതയില്ലെന്നും പറയാൻ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആർക്കും വിശ്വസിക്കാനാവും? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ശ്രീ രത്തൻ കേൽക്കറുടെ നിയമനം ദുരൂഹമാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ശ്രീ രത്തൻ കേൽക്കറുമായി ശ്രീ വി.ഡി. സതീശനും കോൺഗ്രസിനുമുള്ള ബന്ധം, കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസും തയ്യാറാകണം. ഇവർക്കിടയിൽ എന്തു ധാരണയാണ് ഉണ്ടായിരുന്നത്? SIR-മായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനു പുറമെയാണ് പതിനായിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വോട്ടു ചെയ്യാനിടയാകാതെ വന്ന സാഹചര്യവും ഇവിടെ സംശയത്തിൻ്റെ നിഴലിൽ വരികയാണ്. സർക്കാർ ജീവനക്കാരുടെ വോട്ടുമായി ബന്ധപ്പെട്ട്, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാരുടെ വോട്ടുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഇത്തവണ വളരെ സങ്കീർണമാക്കി. പതിനായിരക്കണക്കിന് തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാർക്കാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയത്. നിങ്ങൾ ആലോചിക്കണം എത്ര ഗൗരവമാണ് പ്രശ്നം. ആ പ്രശ്നത്തിൽ ജീവനക്കാർ ഒറ്റയ്ക്കും സർക്കാർ ജീവനക്കാരുടെ വിവിധ സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഹൈക്കോടതി പല ആവർത്തി ഇതിൻ്റെ മെറിറ്റ് കണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറോട്, ഇലക്ഷൻ കമ്മീഷനോട് ഇത് പരിഗണിക്കേണ്ടതല്ലേ, ഇവർക്ക് കൂടി വോട്ടവകാശം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതല്ലേ എന്ന് ഒന്നിലധികം തവണ കേരള ഹൈക്കോടതി ആരാഞ്ഞു. അപ്പോഴും അവരുടെ വോട്ടവകാശം, പതിനായിരക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ വോട്ടവകാശം നിഷേധിക്കുന്ന വിധം ചീഫ് ഇലക്ടറൽ ഓഫീസർ നടത്തിയ ഇടപെടൽ ഇപ്പോൾ കൂടുതൽ അതിന്മേലുള്ള ദുരൂഹത വർദ്ധിക്കുകയാണ്. എന്തിനായിരുന്നു, ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ചെയ്തത് എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത രത്തൻ കേൽക്കർ വിശദീകരിക്കണം, മുഖ്യമന്ത്രി വിശദീകരിക്കണം. AICC-യുടെയും KPCC-യുടെയും കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ശ്രീ രത്തൻ കേൽക്കറുടെ നടപടികളെ വിമർശിച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായും പൊളിറ്റിക്കൽ ബന്ധവും ആരോപിച്ചുകൊണ്ടുള്ള ട്വീറ്റ്, ഞാനതിൻ്റെ വിസ്താര ഭയത്താൽ ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആണ്, നോക്കിയാൽ മതി. എന്തായിരുന്നു നിലപാട്? മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട്. KPCC-യുടെ ട്വീറ്റ് എന്തായിരുന്നു? AICC അവരുടെ എക്സ് ഹാൻഡിലിൽ ഇദ്ദേഹത്തെ എന്തൊക്കെയാണ് ബ്ലെയിം ചെയ്തിരുന്നത്? ബി.ജെ.പിയുടെ സീൽ കീശയിൽ കൊണ്ടു നടക്കുന്നയാളെ എങ്ങനെയാണ് ശ്രീ വി.ഡി. സതീശൻ സ്വന്തം കീശ ഏൽപ്പിച്ചത് എന്ന് പറയണം. എന്ത് ബന്ധമാണ് സ്വന്തം കീശ ഏൽപ്പിക്കുക എന്ന് ഞാൻ പറയാൻ കാരണം, വേറൊരു നിയമനമല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. സ്വന്തം ഓഫീസിൽ
താനുമായി നല്ല വേവ് ലെങ്തിൽ പോകുന്ന ആരെയാണ് സെക്രട്ടറിയൊക്കെ? ഇപ്പോൾ നമ്മുടെ ക്ലോസ് സ്റ്റാഫ് ഇപ്പോഴും ആരായിരിക്കും? മനസാക്ഷി സൂക്ഷിപ്പുകാരായിരിക്കും, ഇല്ലെങ്കിൽ മനസ്സിനിണങ്ങുന്നവരായിരിക്കും. നമ്മളത് കുറേ കൂടി പറഞ്ഞാൽ നല്ല വേവ് ലെങ്ത് ഉള്ളവർ, നല്ല വൈബുള്ളവർ, പരസ്പരം നല്ല ഇണങ്ങിപ്പോകാൻ കഴിയുന്നവർ, അങ്ങനെ ഉറപ്പുള്ളവർ, അങ്ങനെയല്ലേ ചൂസ് ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചൂസാണ്. അപ്പോൾ സ്വന്തം കീശ ഏൽപ്പിക്കുന്നത് പോലെയാണ്. കീശയിൽ BJPയുടെ സീല് കൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ശ്രീ VD സതീശൻ സ്വന്തം കീശ ഏൽപ്പിക്കുന്നത്? എന്ത് ബന്ധമാണ്? ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രീ രാഹുൽ ഗാന്ധി കോട്ട് ആൻഡ് അൺകോട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കെതിരായിട്ടാണ്? ഇലക്ഷൻ കമ്മീഷനെതിരെ. രാഹുലിൻ്റെ ശത്രു ശ്രീ VD സതീശൻ്റെ മിത്രം. അതെങ്ങനെ വരുന്നു? ഇതിന് രാഷ്ട്രീയമായ മറുപടി AICC പറയണ്ടേ? AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇന്നലെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് കണ്ടു. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ നോക്കൂ, എത്ര തിടുക്കപ്പെട്ടാണ്. ഇദ്ദേഹത്തെക്കാൾ സീനിയറായി എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു IAS അങ്ങനെ വെക്കണമെന്ന് തോന്നിയാൽ അവരെല്ലാം മറികടന്നുകൊണ്ടാണ് വെച്ചത്. ഇനി പോട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എത്ര ധൃതിയായിരുന്നു. ഞായറാഴ്ച ഒരു അവധി ദിവസം വളരെ പെട്ടെന്ന് ഈ നിലയിൽ വന്ന് ധൃതി പിടിച്ച് രത്തൻ കേൽക്കർ സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്നു. എത്ര മിന്നൽ വേഗതയിലാണ്. ഒരു അവധി ദിവസം, അത് മുഖ്യമന്ത്രി തലസ്ഥാനത്തില്ലാതിരുന്നൊരു ദിവസം. ഇതിലൊന്നും ഒരു ദുരൂഹതയില്ലെന്നും പറയാൻ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആർക്കും വിശ്വസിക്കാനാവുമോ? എന്തിനായിരുന്നു ധൃതി? എങ്ങനെയായിരുന്നു ഇക്കാര്യത്തിലുള്ള നിലപാട്? രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. BJPയുമായി പലതരത്തിലും ബന്ധമുണ്ട് എന്ന സീൽ വിവാദത്തിൻ്റെ സമയത്ത് കോൺഗ്രസ് തന്നെ ആരോപണം ഉന്നയിച്ച, UDF തന്നെ ആരോപണം ഉന്നയിച്ച ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥനായി, ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായി, കീ പോസ്റ്റിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാ ഫയലുകളും കാണുന്ന, കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലെ മുഴുവൻ ഫയലുകൾക്കും അവസാന സീൽ വെക്കേണ്ട ഒരാൾ, BJPയുടെ സീൽ കൊണ്ട് നടക്കുന്നയാളെ വെച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. രാഹുൽ ഗാന്ധി തുടർച്ചയായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ, അത് ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഉന്നത പദവിയിലുള്ള ബംഗാളിലെ നിയമത്തെ അതിരൂക്ഷമായ ഭാഷയിൽ എതിർത്ത കോൺഗ്രസ്, AICC ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കണം. ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരുപാട് മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയേണ്ടത്. ഒരുപാട് ദുരൂഹ ബന്ധങ്ങളുടെ, ഞാനതങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ ദുരൂഹത എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഒരുപാട് ദുരൂഹ ബന്ധങ്ങളുടെ, ചുരുളഴിയാൻ പോകുന്ന ഒരുപാട് ദുരൂഹ ബന്ധങ്ങളുടെ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന ഒട്ടേറെ കേരളം ഞെട്ടുന്ന അല്ലെങ്കിൽ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാണ് ഈ ആരോപണം ഇപ്പോൾ ശ്രീ VD സതീശൻ നേരിടേണ്ടി വരുന്നത്. അതിനദ്ദേഹം ലോജിക്കലായി, സത്യസന്ധമായി, അടിവരയിട്ട് പറയുന്നു, ദയവായി സത്യസന്ധമായി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കാം.